ഞാനിങ്ങനെ കിടക്കാൻ പോയിരുന്നു. ബോംബെ ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാർക്കെല്ലാം ഒരു സഡൻ ബോംബ അല്ലേ? ആസ് യു സീൻ ഇൻ ദ ടൈറ്റിൽ, റൊണാൾഡ് അറോഹോ ഹാസ് ജോയിൻഡ് ലിവർപൂൾ ഓൺ ലോൺ ഫോർ എ ഇയർ ആണ്, വിത്ത് എൻ ഓപ്ഷൻ ടു ബൈ. ഈ സൈനിങ്ങിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സൈനിങ് ശരിക്കും നമ്മൾ എത്രത്തോളം ഡെസ്പെററ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്, എസ്പെഷ്യലി ഡിഫെൻസീവ് ലൈനിൽ. കാരണം ആഹ്, എനിക്ക് തോന്നുന്നത് ജെറമി യാക്കയുടെ ഇഞ്ചുറി അത്ര ആഹ്, എന്താണ്, സിം ഒരു ചെറിയ ഇഞ്ചുറി അല്ല. ആദ്യം നമ്മളോട് പറഞ്ഞ പോലെ ലിയോണി ഒട്ടും തന്നെ ഫിറ്റും അല്ല ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ലോൺ ഡീലിലേക്ക് ലിവർപൂൾ പോയിരിക്കുന്നത്. കണ്ടിട്ടൊരു സ്പാനിഷ് ലീഗ് എന്നുള്ള സൈനിങ്, ഒരു ഇറയോള ഫീൽ ഉണ്ട് ഇതിന്. എല്ലാവർക്കും അറിയുന്ന പ്ലെയറാണ്. റൊണാൾഡോ അറോഹോനെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും. ബാഴ്സലോണ പ്ലെയറാണ്, സെൻറ്റർ ബാക്ക്. വലിയ മോശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഡെസ്പറേഷനിൽ സൈൻ ചെയ്യുമ്പോൾ സക്സസ് ആവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഓവറോൾ ഇനീഷ്യൽ റിയാക്ഷൻ, ഇപ്പം ന്യൂസ് ബ്രേക്ക് ആയിട്ടുള്ളൂ. മൈ ഇനീഷ്യൽ റിയാക്ഷൻ ഇസ് ദാറ്റ് നമ്മുടെ രണ്ട് സെൻറ്റർ ബാക്കുകളും അത്രത്തോളം ഫിറ്റാണ് എന്നുള്ള കാര്യം സംശയകരമാണ്. ജോ ഗോമേസിൻ്റെ ഇഞ്ചുറിയും ലോങ് ടേം ആണ്, അല്ലെങ്കിൽ മിഡ് ലോങ് ടേം ആണെന്ന് തോന്നുന്നു. ഒറാഹോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാസിന്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു കുറെ കളിയൊക്കെ. പുള്ളി ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. കഴിഞ്ഞ കളി 24 കളി കളിച്ചിട്ടുണ്ട് ലാലിഗയിൽ. സ്റ്റാർട്ട്സ് അല്ല, ടോട്ടൽ പ്ലേഡ്. ആൻഡ് ചാമ്പ്യൻസ് ലീഗിൽ 12 കളി. ലാലിഗ, കോപ്പ ഡെൽ റേ, സൂപ്പർ കപ്പ് 200 മാച്ചിൽ ബാസയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ബാഴ്സലോണ ഫാൻസ്, ഡു കമൻറ്റ് വാട്ട് യു ഫീൽ അബൌട്ട് ദിസ് ഡീൽ. നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഓവറോൾ പേസ് ഉണ്ടെന്ന് പറയുന്നു. സി, ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, വാൻഡൈക്കിൻ്റെ കൂടെ കളിക്കുമ്പോൾ എപ്പോഴും സെൻട്രൽ ബാക്സ് അവർ സ്ഥിരം കളിക്കുന്ന ക്വാളിറ്റീനെക്കാട്ടും കുറച്ച് ബെറ്റർ ക്വാളിറ്റി കളിക്കാറുണ്ട്. സോ ആ ഒരു സാധനമാണ് എനിക്ക് ഇതിൽ തോന്നുന്ന ഒരു പോസിറ്റീവ്. പിന്നൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ, ഒരു സീനിയർ സെൻറ്റർ ബാക്ക് ഇല്ലാത്തതിൻ്റെ കുറവ് ഒരു വർഷത്തേക്ക് അറാഹോനെ കൊണ്ട് നികത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ഇഷ്യൂ ഇസ് അറോഹോ എത്രത്തോളം ഫിറ്റാണ്. പുള്ളി ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. പുള്ളി ഒരുപാട് ഇഷ്യൂസൊക്കെ, എസ്പെഷ്യലി മെൻ്റൽ ഇഷ്യൂസൊക്കെ പുള്ളിക്ക് ഉണ്ട്. പുള്ളി ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. ബാർസ ഫാൻസ് പ്ലീസ് കമൻറ്റ്. 27 വയസ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സി, ഇത് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെസ്പറേഷൻ കാരണം നമ്മൾ, അതായത് മറ്റന്നാൾ ലീഗ് തുടങ്ങുന്നു. മറ്റന്നാൾ മീൻസ് 22-ാം തീയതി ലീഗ് തുടങ്ങുന്നു. അതിന് മുമ്പ് ഒരു പ്ലെയർ വേണം എന്ന നിർബന്ധം ഇറയോളൊക്കെ ഉണ്ടായിരുന്നു. ഇറയോള പ്രസ് കോൺഫറൻസ് തുടക്കുന്നിട്ട് പറയുന്നുണ്ട്, ഡിഫെൻസീവ് പ്ലെയർ തിന്നാണെന്ന് പറയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ റൈറ്റ് ബാക്കിനെ സൈൻ ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം. അതായത് നമുക്കൊരു ഇപ്പോൾ എസ്രി കോൺസയുടെ പേര് പറഞ്ഞിരുന്നു നമുക്കൊരു സൈനിങ് ആയിട്ട്. പുള്ളി 60 മില്യൺ എന്നാണ് പറയുന്നത്. അപ്പോൾ 60 മില്യൺ കൊടുത്തൊരു സെൻറ്റർ ബാക്ക് മേടിക്കാതെ ഒരു റൈറ്റ് ബാക്കിന്, സെൻറ്റർ ബാക്ക് ലോണിലെടുത്തിട്ട്, കാരണം എന്താണെങ്കിലും ജെറമി ആക്കയും ലിയോണിയും അവിടെ ഉണ്ട്. സെറ്റ് ദേ വിൽ ബിക്കം ഫിറ്റ് അറ്റ് സം പോയിന്റ് ഇൻ ഫ്യൂച്ചർ. സോ അതുവരെ നമുക്കൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് സൊല്യൂഷൻ പോലെ അറാഹോനെ വെച്ചിട്ട് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്കിനെ നമ്മൾ മേടിക്കുമോ എന്നതാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത്. രണ്ടാമത്തത്, അറോഹോ ഹോം ഗ്രോൺ അല്ല, ഉറുഗ്വേൻ പ്ലെയർ ആണ്. അപ്പോൾ സ്ക്വാഡിൽ നമുക്കിനി സ്പേസ് ഇല്ല ഒരു നോൺ ഹോം ഗ്രോൺ പ്ലെയറെ സൈൻ ചെയ്യാൻ. അപ്പോൾ കിയേസ, ഗാക്പോ, എൻഡോ, ഐ തിങ്ക് കാൽവിൻ റാംസി ഓൾസോ ക്വാളിഫൈസ് ആസ് നോൺ ഹോം ഗ്രോൺ. അപ്പോൾ ഒരു പ്ലെയർ അല്ലെങ്കിൽ 2-3 പ്ലെയേഴ്സ് പോകേണ്ട ഒരു അവസ്ഥ വരും. കാരണം ഇപ്പോൾ ബാർക്കോളയോ അല്ലെങ്കിൽ എംബായ ഐ തിങ്ക് ഡസൻ ക്വാളിഫൈ, അണ്ടർ 18 ആയതുകൊണ്ട്, അണ്ടർ 21 എന്നായതുകൊണ്ട്. ഐ തിങ്ക് സോ ഐ തിങ്ക് വൺ ഓഫ് ആർ സീനിയർ നോൺ ഹോം ഗ്രോൺ പ്ലെയേഴ്സ് മേ നോട്ട് ബി മേ ബി സോൾഡ്. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, എക്കിറ്റിക്ക് ഡിസംബർ വരെ എന്തായാലും കളിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പുള്ളിനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ ജനുവരിക്ക് ശേഷം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ അറോവോ സൈനിങ്ങിൻ്റെ ഇഷ്യൂ ഇസ് ഇഞ്ചുറി. പിന്നെ പുള്ളിയുടെ അഗ്രസീവ്, അറിയാലോ, റാഷ് ടാക്കിൾസ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇന്നിപ്പം ലാലിക കാണുന്നവർക്കറിയാം. ഇതിനെക്കുറിച്ച് ഇനിയും എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
യാ ബേസിക്കലി പുള്ളി ഉറുഗ്വൻ പ്ലെയർ ആണ്. ഇതൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയണത്. ബാഴ്സ എന്താണ് എന്നുള്ള ബാഴ്സ ഫാൻസിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിഞ്ഞാൽ നമുക്കാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാവുക. ഇതിൻ്റെ ഒരു മെയിൻ ഇതെന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പ്രതീക്ഷ വാൻഡൈക്കിൻ്റെ കൂടെ കളിക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് കളിക്കുമായിരിക്കും എന്നുള്ളതാണ്. എന്നാലും ഐ വോണ്ട് ടു നോ, അതായത് ഫാൻസ് നീഡ് ടു നോ ജെറമി യാക്കയും ലിയോണി എപ്പോൾ വരും എന്നുള്ളത്. ഇതുവരെ ബാർക്കോള ഡീലിനെ കുറിച്ചോ അല്ലെങ്കിൽ എംബായനെ കുറിച്ചോ ഒരു അപ്ഡേറ്റും ഇല്ല. ഇനിയിപ്പം ഇതിൻ്റെ ഒരു എന്താണ് ഡീറ്റെയിൽസ് എപ്പോഴാണ് കൺഫേം ആവുക എന്നുള്ള നാളത്തോട് കൺഫേം ആവേണ്ടതാണ്. പുള്ളി ഓൾറെഡി എനിക്ക് തോന്നുന്നു ബാഴ്സയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോസ് കണ്ടിരുന്നു പുള്ളിയുടെ കമ്മിറ്റ്മെൻറ്റും അതൊക്കെ. വെർബൽ എഗ്രിമെൻ്റാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. എന്തായാലും അറോഹോ വന്നു. ഇനിയിപ്പോൾ എന്താണ് ബാക്കി കാര്യങ്ങൾ? ഈ ഒരു സൈനിങ്ങിൻ്റെ മറവിൽ നല്ല അതിൻ്റെ വാക്ക്, അതായത് ഈ ഒരു സൈനിങ് കാരണം നമുക്ക് നല്ലൊരു റൈറ്റ് ബാക്കോ അല്ലെങ്കിൽ ഫണ്ട്, അതായത് നല്ല റൈറ്റ് ബാക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ വിൽ ബി ഓക്കെ. കാരണം ഒരു റൈറ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറോഹോ കുറച്ച് മാച്ചസ് കളിക്കുന്നു, യാക്കെ ഫിറ്റ് ആകുമ്പോൾ യാക്കെ വരുന്നു, ലിയോണി ഫിറ്റ് ആകുമ്പോൾ ലിയോണി വരുന്നു. പിന്നെ കപ്പ് ഗെയിംസിൽ വാൻഡൈക്കിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലേയേഴ്സിനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നത്. പർച്ചേസ് ഓപ്ഷൻ ഐ തിങ്ക് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ഹിസ് ഫിറ്റ്നസ്. ആ ഒരു കാര്യങ്ങളാണ് ഈ ഡീലിൽ പറയാനുള്ളത്. വാല്യൂ ഐ ഡോണ്ട് നോ. ഇതുവരെ ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് ലോൺ ഫീ എന്നോ എത്രയാണ് വേജസ് എന്നൊന്നും കൺഫേം ആയിട്ടില്ല. ഫെബ്രിസിയോ റമോനാണ് രാത്രി ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും എന്താ നമ്മുടെ ബെൻ ജേക്കബ്സും ഇന്ത്യ കൈല എല്ലാവരും കൂടി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. സോ ഇന്ന് നമ്മുടെ ഏർലിയർ വീഡിയോ ഇഫ് യു വാച്ച്, ഗണേശനും എല്ലാവരും കുറച്ച് അഗ്രസീവ് ആയിരുന്നു. നമുക്ക് എന്തായാലും ഒരു ഡിഫെൻസീവ് സൈനിങ് വേണം വേണ്ട എന്നുള്ള ചർച്ചയൊക്കെ നടന്നിരുന്നു. സോ വി ഹാവ് സൈൻഡ് എ പ്ലെയർ. ഐ ഡോണ്ട് നോ വാട്ട് ടു മേക്ക് ഓഫ് ഇറ്റ് ടുഡേ ഓർ നൗ. അതിൻ്റെ പുള്ളി വന്ന് ഒന്ന് കളിച്ച് കാണണം. ബാഴ്സ ഫാൻസിന് പുള്ളിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഓവറോൾ ഇറ്റ്സ് എ ബോംബ അറ്റ് 3 o'clock at night. അവരുടെ പ്രസ് ക്ലോസിങ് ടൈമിലാണ് ബ്രേക്ക് ആയിരിക്കുന്നത്. വേറെ ന്യൂസ് തൽക്കാലത്തേക്ക് ഒന്നുമില്ല. റൊണാൾഡോ അറോഹോ എല്ലാവർക്കും അറിയുന്ന പ്ലെയർ തന്നെയാണ്. വിനീഷ്യസ് ജൂനിയറൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞെന്ന് ഇപ്പോൾ ലിവർപൂൾ ഫാൻസ് ഒക്കെ പറയുന്നുണ്ട്. എനിവേ എന്താ പറയുക, ബെറ്റർ എന്താ പറയുക, രണ്ട് മൂന്ന് കോട്ട്സ് അല്ലേ. ബെഗേഴ്സ് കാൺ ബി ചൂസേഴ്സ് ഒന്ന്, രണ്ടാമത്തേത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നും പറയാം. പിന്നെ എനിക്ക് പറയുന്നത് പണ്ടത്തേതാ ഓർമ്മ വരുന്നത്, സ്റ്റീഫൻ കോക്കർ അല്ലേ, കോക്കർ കബാക്ക്, അതിൻ്റെ ഒരു വൈബ് വരുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി വൈസ് അറോഹോ ഇസ് മച്ച് അഹെഡ് ഓഫ് ദോസ് പ്ലേയേഴ്സ്. ബട്ട് സ്റ്റിൽ അൺലെസ് ഈ ഒരു സൈനിങ്ങിനുള്ള കാരണം ഷുഡ് ബി ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ പ്രോപ്പർ റൈറ്റ് ബാക്ക്, ദെൻ വി ക്യാൻ അല്ലേ, നമുക്ക് കുഴപ്പമില്ല, സാരില്ല, ഒരു ലോൺ സൈനിങ് അല്ലേ എന്ന രീതിയിൽ കാണാം. ഓവറോൾ ലിവർപൂൾ ഫാൻസ് ഇനിയിപ്പോൾ ഒരുപാട് സൈനിങ്സും ഡിപ്പാച്ചേഴ്സൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാണാം. സോ റൊണാൾഡോ അറോഹോ വിൽ ബി എ ലിവർപൂൾ പ്ലെയർ ബൈ ടുമോറോ എന്ന 24 hours എന്നാണ് പറയുന്നത്. മൊണാക്കോൻ്റെ കൂടെ കളിക്കലുണ്ടാവില്ല, കോമോൻ്റെ കൂടെ ചിലപ്പം കളിക്കുകയുണ്ടാവാം. സോ അഗൈൻ താങ്ക് യു സോ മച്ച്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നാളത്തെ പോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ നാളെ നെക്സ്റ്റ് വരുന്ന പോഡ്കാസ്റ്റിൽ നമ്മൾ എന്തായാലും ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോ ലേറ്റ് അറ്റ് നൈറ്റ്. താങ്ക് യു.